നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് അതോടൊപ്പം തന്നെ തൃക്കാക്കര തുടങ്ങിയ മണ്ഡലങ്ങളിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന ചോദ്യത്തിന് CPM-ന് ഉത്തരമില്ല. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ അതിന് CPM-ന് ഉത്തരമില്ല. പാലക്കാട് ഒരു കാലത്ത് CPM-ന്റെ കൈവശമുണ്ടായിരുന്ന മണ്ഡലം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുവരെ CPM മാത്രം ജയിച്ചു വന്ന ഒരു മണ്ഡലം. ഇടക്കാലത്ത് കോൺഗ്രസും ജയിച്ചിട്ടുണ്ട്. CPM-ന്റെ MLA-മാർ ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ 2011 അന്നത്തെ KSU സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിയോഗിക്കുന്നത്. അന്ന് ആ തെരഞ്ഞെടുപ്പിനകത്ത് CPM-നെ മലർത്തിയടിച്ച ഷാഫി പറമ്പിൽ എന്ന അന്നത്തെ KSU-കാരൻ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പറയിപ്പിച്ചു. 2016 2021 പിന്നീട് ഷാഫി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് വെന്നിക്കൊടി പാറിച്ചത് കോൺഗ്രസ് തന്നെയാണ്. അവിടെ CPM 3-ാം സ്ഥാനത്തായി എന്നതും ചരിത്രം. കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ CPM-യുടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത് കോൺഗ്രസ് വിട്ട CPM പാളയത്തിലെത്തിയ ഡോക്ടർ P സരിനെയാണ്. എന്നാൽ സരിനും 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നതാണ് ചരിത്രം. ഇത്തവണ CPM മറ്റൊരു പരീക്ഷണത്തിന് മുതിരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൽപ്പാത്തിയിലുള്ള ഒരു ചെറുപ്പക്കാരനുമായി CPM സംസാരിച്ചു. എന്നാൽ അവസാനവട്ട ചർച്ചയിലും ആ ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറല്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. സരിനും പാലക്കാട് മത്സരിക്കാൻ താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ആരാകും CPM-ന്റെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. സ്ഥാനാർത്ഥികളെ തപ്പി നടക്കുകയാണോ എന്നതാണ് പാലക്കാട്ട് നിന്ന് വരുന്ന അരമന രഹസ്യം. ആരും മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ വർഗ ബഹുജന സംഘടനയുടെ നേതാക്കന്മാരൊന്നും തന്നെ പാലക്കാട് സീറ്റിൽ മത്സരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർക്കൊന്നും അവിടെ മത്സരിക്കാൻ ധൈര്യമില്ല. കാരണം പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസും BJP-യും തമ്മിലാണ് മത്സരം നടക്കുന്നത്. 3-ാം സ്ഥാനത്തേക്ക് വേണ്ടി അവിടെ മത്സരിക്കാൻ ഞങ്ങളില്ല എന്നാണ് വർഗ ബഹുജന സംഘടന നേതാക്കന്മാരടക്കം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ തപ്പി പാലക്കാട്ടിന്റെ അഗ്രഹാരങ്ങളിലും പാലക്കാട്ടെ ഗ്രാമാന്തരങ്ങളിലും നടക്കുകയാണ് പാലക്കാട് ജില്ലയിലെ CPM നേതൃത്വം. സമാന അവസ്ഥ തന്നെയാണ് തൃക്കാക്കരയിലുമുള്ളത്. തൃക്കാക്കര കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട. നേരത്തെ PT തോമസും പിന്നീട് ഉമാ തോമസും ജയിച്ചു വന്ന മണ്ഡലം. ആ തൃക്കാക്കരയിൽ ആർ സ്ഥാനാർത്ഥിയാകണമെന്ന് ചോദിച്ചാൽ CPM കൈ മലർത്തുകയാണ്. ഇത്തവണയും ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് മുതിരുകയാണ് CPM. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ PT തോമസിന്റെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി ഉമാ തോമസ് മത്സരിക്കുമ്പോൾ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ മത്സരിപ്പിച്ചു. ഡോക്ടർ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കി ഒരു പരീക്ഷണം CPM നടത്തിയിരുന്നു. ആ പരീക്ഷണം അമ്പേ പാളിയ മണ്ഡലത്തിൽ ഇത്തവണയും മത്സരിക്കാൻ ആളെ കിട്ടാത്ത സാഹചര്യമാണുള്ളത്. മറ്റു പാർട്ടികളിൽ നിന്ന് അസംതൃപ്തരായ ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ എന്ന് തിരയുകയാണ് CPM. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തൃക്കാക്കരയിലും പാലക്കാട്ടും സ്ഥാനാർത്ഥികളുണ്ടോ, സ്ഥാനാർത്ഥികൾ എന്ന് വിളിച്ചു ചോദിച്ച CPM നേതാക്കന്മാർ വീട് വീടാന്തരം ഇറങ്ങി നടക്കുന്ന അതിദയനീയമായ കാഴ്ച ഒരു കേഡർ പാർട്ടിയുടെ ഭാഗത്തുനിന്നും നമ്മൾ കാണുകയാണ്. സമാന സാഹചര്യമാണ് മഞ്ചേശ്വരത്തുള്ളത്. മഞ്ചേശ്വരത്ത് മത്സരം BJP-യും UDF-ഉം തമ്മിലാണ്. അവിടെ CPM കാലാകാലങ്ങളായി 3-ാം സ്ഥാനത്താണ്. പക്ഷേ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇടതു തരംഗം ആഞ്ഞടിച്ചപ്പോൾ മഞ്ചേശ്വരത്ത് CPM-ന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിലവിൽ CPM-ന്റെ അവസ്ഥ അതിദയനീയമാണ്. മഞ്ചേശ്വരത്ത് ജയിക്കാൻ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്ത അരയും തലയും മുറക്കി കോൺഗ്രസും BJP-യും UDF-ഉം BJP-യും പോരാടുമ്പോൾ അവിടെ ഒരു മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിക്കാൻ CPM നേതൃത്വം പറയുന്നത് മികച്ച സ്ഥാനാർത്ഥി വേണമെന്നാണ് പ്രാദേശിക നേതൃത്വം. എന്നാൽ ജില്ലാ ഘടകത്തിന് അത്തരമൊരു സാഹചര്യമൊന്നും ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അവിടെ പാദൂർ ഷാനവാസ് എന്ന മുൻ കോൺഗ്രസിനോട് വിട പറഞ്ഞ പിന്നീട് CPM പാളയത്തിലെത്തിയ ആളുടെ പേരായിരുന്നു പറഞ്ഞു കേട്ടത്. എന്നാൽ ഇപ്പോൾ ഷാനവാസിന്റെ പേര് കേൾക്കുന്നില്ല. മഞ്ചേശ്വരം മണ്ഡലത്തിലും CPM-ന് സ്ഥാനാർത്ഥികളെ കിട്ടാത്ത ഒരു സാഹചര്യമാണുള്ളത്. മഞ്ചേശ്വരം പോലെയുള്ള ഒരു ശക്തമായ BJP-ക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ എന്തുകൊണ്ട് CPM ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് ചോദിച്ചാൽ അത് BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലാണ് മണ്ഡലങ്ങളുടെ ഒരു പൊതുചിത്രം. CPM-നും ഈ 3 മണ്ഡലങ്ങളിൽ മാത്രമല്ല മറ്റ് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മലപ്പുറത്തെ മണ്ഡലങ്ങളിലടക്കം CPM-ന് സ്ഥാനാർത്ഥികളില്ലാത്ത സ്ഥിതിയാണ്. ഏറനാട്ടിലും അതോടൊപ്പം തന്നെ വണ്ടൂരിലും
കൊണ്ടോട്ടിയിലും വള്ളിക്കുന്നും അടക്കം സ്ഥാനാർത്ഥികളില്ലാതെ വള്ളിക്കുന്ന് പോലെയുള്ള മണ്ഡലങ്ങൾ INL പോലെയുള്ള പ്രസക്തിയില്ലാത്ത പാർട്ടികൾക്ക് ഘടകകക്ഷികൾക്ക് നൽകുകയാണ് CPM. എന്തായാലും CPMന്റെ കാര്യം അധോഗതിയാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം. കാരണം സ്ഥാനാർത്ഥികളെ ലഭിക്കാതെ മറ്റു പാർട്ടികളിൽ അസംതൃപ്തരായ ആളുകളുടെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് CPM ശ്രമിക്കുമ്പോൾ CPM എന്ന കേഡർ രാഷ്ട്രീയ പാർട്ടിയുടെ അപജയം എത്രത്തോളം ഉണ്ട് എന്നാണ് രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ CPMന്റെ സ്ഥാനാർത്ഥികൾ ആര് എന്ന് നമുക്കറിയാം. അത് മറ്റു പാർട്ടികളിലെ അസംതൃപ്തരാണോ അല്ലെങ്കിൽ CPMുമായി ചേർന്ന് നിൽക്കുന്ന സഹയാത്രികരാണോ എന്നെല്ലാം കണ്ടറിയണം. എന്തായാലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഈ മണ്ഡലങ്ങളിലൊന്നും സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്.